കൊല്ലം ക്ലാപ്പന പഞ്ചായത്തിലെ ഒരു പാലത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ പാലത്തിലൂടെ ജനം യാത്ര തുടരുമ്പോഴും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ക്ലാപ്പന പഞ്ചായത്ത്. ജനങ്ങളുടെ ഏക ആശ്രയ കേന്ദ്രമായ പാലം ഇനിയും പുതുക്കി പണിതില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. പൊതുജനങ്ങളോട് ഒരു പഞ്ചായത്തിന് എത്രത്തോളം ജാഗ്രതയുണ്ട്, സ്നേഹമുണ്ടെന്നറിയണമെങ്കിൽ കൊല്ലം ക്ലാപ്പനയിലേക്ക് വരണം. ഒരു പാലം തകർന്നതിന് പിന്നാലെ ഒരു പഞ്ചായത്ത് പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഒരു ബോർഡ് ഈ ക്ലാപ്പന പഞ്ചായത്തിൽ വെച്ചു. പാലത്തിലൂടെ കിടക്കുന്നവർ സൂക്ഷിക്കുക എന്നായിരുന്നു ആ ബോർഡിൽ സൂചിപ്പിച്ചിരുന്നത്. പാലങ്ങൾ ഓരോ നാടിന്റെയും നട്ടെല്ലാണ്. ക്ലാപ്പന പഞ്ചായത്തിലെ ഈ പാലവും ഈ നാടിന്റെയും നാട്ടുകാരുടെയും പ്രധാന ആശ്രയ കേന്ദ്രമാണ്. 70 വർഷം പഴക്കമുള്ള പാലം ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷം പലത് കഴിഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞ ആ പഞ്ചായത്തിന്റെ ജാഗ്രത 7 വർഷം മുമ്പാണ് പാലത്തിന്റെ ദയനീയാവസ്ഥയും മോശമവസ്ഥയും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ബോർഡ് തന്നെ ഇവിടെ സ്ഥാപിച്ചത്. ബോർഡ് സ്ഥാപിച്ചു, പക്ഷേ ഇന്ന് 7 വർഷത്തിനിപ്പുറം ബോർഡില്ല. ബോർഡ് നിന്ന സ്ഥലത്ത് ദാ പുല്ല് കയറി. ബോർഡ് വെച്ചതല്ലാതെ പാലം പുതുക്കിപ്പണിയാൻ നടപടിയുണ്ടായില്ല. ഇത് ഒടിഞ്ഞ് തറയിൽ വീണ് കഴിഞ്ഞ ഒരു ബൈക്ക് പോലും പോകാത്ത അവസ്ഥ. എന്നാലേ ഇത് ഇനി എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. കാരണം ഒത്തിരി എഞ്ചിനീയർമാരും ഇവർ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും വന്ന് പറഞ്ഞ് പിന്നെ ഇപ്പം ശരിയാകും ഇത് പറച്ചിലല്ലാതെ ഇതുവരെ ഒന്നും കാണുന്നില്ല. ഇനി തറയിൽ വല്ലങ്ങാനും വല്ല വണ്ടി വല്ലതും വരുമ്പോഴത്തെ കാറോ വല്ലതും വരുമ്പോൾ തറയിലോട്ട് വീഴും. അപ്പോഴത്തേക്ക് ഇതെല്ലാം അവർ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞേ അവർ ചെയ്യത്തുള്ളൂ. അതാണ് ഇതിൻ്റെ വാസ്തവം. അല്ലാതെ യാതൊന്നും ഇതിൽ നടക്കത്തില്ല. കുറേ കാലം കൊണ്ട് ഞങ്ങൾ കേൾക്കുവാണ് ഇപ്പം ശരിയാകും ഇതേ പറച്ചിലേ ഉള്ളൂ. അപകട മുന്നറിയിപ്പ് ബോർഡ് പോലും ഇന്ന് അപ്രത്യക്ഷമായി. കൈവരിയില്ലാത്തതിനാൽ സ്ഥിരം യാത്രക്കാരല്ലാത്തവർ പാലത്തിലൂടെ വാഹനത്തിൽ കടന്നാൽ തോട്ടിൽ വീഴുമെന്നതിൽ തർക്കമില്ല. പാലത്തിന്റെ അടിഭാഗം തകർന്ന് കമ്പികളടക്കം പുറത്തു വന്നു. കൈവരികൾ തകർന്നിട്ട് വർഷങ്ങളായി. പക്ഷേ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടം അപകടത്തിനായി കാത്തിരിക്കുകയാണോ എന്ന സംശയമാണ് പൊതുജനത്തിന് ഇപ്പോഴുള്ളത്. അനുദിനം വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ 100-ലധികം വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ പതിയിരിക്കുന്ന അപകടം കടന്നു പോകുന്നത്. ക്ലാപ്പന പഞ്ചായത്തിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പാലം അപകടാവസ്ഥയിലാണെന്ന് ബോർഡ് വെക്കാൻ കാണിച്ച ജാഗ്രത പാലം പണിയാൻ ക്ലാപ്പന പഞ്ചായത്ത് ഇനിയെങ്കിലും കാണിക്കണം. വർഷം 7 കഴിഞ്ഞുവെന്ന് പൊതുജനം പലകുറി ഓർമ്മിപ്പിച്ചതാണ്. അപകടമുണ്ടായിട്ടേ ഇനി അത് ചെയ്യുമെന്നാണെങ്കിൽ അത് കാത്തിരിക്കുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കും. ആരോടാണ് ഈ പൊതുജനം ഇനിയും പരാതി പറയേണ്ടത്? നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. അരുണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 7 വർഷമായി പാലത്തിന്റെ ദുരവസ്ഥ. ഒട്ടേറെ തവണ അധികൃതരെ അറിയിച്ചതാണ് ഈ വിഷയം. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. പ്രതികരണങ്ങൾ നോക്കാം. ഗ്രാവലും മണ്ണും അടിക്കാതില്ലേ മറ്റേ ഫോറസിനകത്ത് അടിക്കുന്നത് ഗ്രാവല് മൊത്തം അടിക്കുന്നത്. അതവിടെ മൊത്തം വയലിനകത്ത് കൂടി അടിച്ചുകൊണ്ടിരിക്കില്ലേ. പലതാതിരിക്കാണ്ട് പല ഇവിടെ ബോർഡ് വെച്ചിരിക്കുക. ബോർഡ് എടുത്ത് കളഞ്ഞാൽ ബോർഡാണ്ട് വിടുന്ന ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് മണ്ണടിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വലിയ ലോറികളും അതും ഇതുമെല്ലാം കയറി ഇറങ്ങി പോവുക. ഇവിടെ ഞങ്ങളുടെ പരിസരത്തെല്ലാം മത്സ്യത്തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇതൊരു അപകടം തന്നെയാണ് പാലം. ഗ്രാമസഭയിൽ നമ്മൾ ഇവിടെ ഗ്രാമസഭ കൂടുമ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആ ബോർഡും പോയി, എല്ലാം പോയി. വണ്ടികൾ സ്ഥിരമായിട്ട് വരുന്നു, ലോഡും കൊണ്ട് വരുന്നുണ്ട്. പാലം എപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാൽ മതി. എപ്പോൾ വേണേലും തകരാവുന്ന കണ്ടീഷനിലാണിത്. മുഖ്യമന്ത്രിക്കൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തതാണ് പാലത്തിനെ കുറിച്ച്. 6 വീലുള്ള വണ്ടിയൊക്കെയാണ് കയറി ചരക്കുമായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു നടപടിക്രമം ആരും ഇതിനെടുത്തിട്ടില്ല. മെമ്മറാണ് കൂടുതൽ. പിന്നീട് ഈ അപേക്ഷകൾ ഇങ്ങനെ ചെല്ലുന്നതല്ലാതെ ഇതിനൊരു മറുപടി ഇതിന് കണ്ടിട്ടില്ല. പെട്ടെന്നുണ്ടായ ഒരു ദുരിതം എന്ന് പറയുന്നത് മിന്നൽ വേഗത്തിൽ ഇത് ഉണ്ടാകും. ക്ലാപ്പന പഞ്ചായത്ത് അധികൃതർ ആ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദനൻ കെ വി അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ പൂത്തോട്ട 4-വരി പാത വരുന്ന കാര്യം വർഷങ്ങളായി കേൾക്കുന്നതാണ്. 60 വർഷം മുൻപുള്ള ഈ റോഡിൽ വാഹന ബാഹുല്യം പറഞ്ഞറിയിക്കാൻ വയ്യ. മുൻപ് 20 മിനിറ്റ് കൊണ്ട് പള്ളിമുക്ക് എത്തിയിരുന്നു. ഇന്ന് 90 മിനിറ്റ് വേണം യാത്ര ചെയ്ത് അവിടെ എത്താനെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കാലം മാറുന്നു, നമ്മുടെ റോഡുകളൊക്കെ വികസിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആ പ്രതികരണത്തിലൂടെ.